ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട മകന്റെ മൃതദേഹവും കാത്തിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു കുടുംബം. കപ്പൽ ജീവനക്കാരനായ ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാകാത്തതുമൂലം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മകന്റെ ബോഡി എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ രീതിയിൽ സാഹചര്യം ഒരുക്കണം. എൻ്റെ അമ്മയാണെങ്കിലും തളർന്ന് കിടക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ എൻ്റെ കുടുംബത്തിന് അത്താണിയായ മകനാണ്. കുടുംബം പുലർത്തിക്കൊണ്ടുപോയ ആളാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിലും കൂടി കാലിനുമൊക്കെ പല സ്ഥലത്തൊക്കെ വേദനയും സർജറി കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ബോഡി കിട്ടി നമുക്ക് മകനൊന്ന് നേരിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ നിൽക്കുന്നത്. ആഗ്രഹമെങ്കിലും ഒന്ന് നടത്തി തന്നാൽ മതി. മത്സ്യത്തൊഴിലാളിയായ വിൽസൺ വള്ളത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ മാസം 12-ന് മകന്റെ അപകടം സംബന്ധിച്ച ഫോൺ സന്ദേശം എത്തുന്നത്. കപ്പലിൽ നിന്ന് കയർ തട്ടി കടലിലേക്ക് തെറിച്ചു വീണുവെന്നാണ് കമ്പനി അറിയിച്ചത്. സൗദിയിലെ സാമിൽ മറൈൻ എന്ന കമ്പനിയിലാണ് എഡ്വിൻ ജോലി ചെയ്തിരുന്നത്. സഫാനിയ എന്ന സ്ഥലത്ത് റിഗിന് അടുത്തായിരുന്നു അപകടം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലാബ് റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നാണ് കമ്പനി ഈ ദിവസങ്ങളിൽ കുടുംബത്തെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളും അവർ കൈമാറിയില്ല. 27-കാരനായ എഡ്വിൻ്റെ മരണവിവരം അറിഞ്ഞതു മുതൽ സങ്കടക്കയത്തിലാണ് കുടുംബം. വൈകുന്ന കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് പറയണത്. അവർക്ക് നടപടിക്രമങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ശേഷമേ ബോഡി തിരികെ കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അൽക്കോബാർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. 1000 കിലോമീറ്റർ അകലെയാണ്. സൗദി അറേബ്യ പോർട്ടുമായിട്ട് 1000 കിലോമീറ്റർ അകലമുണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് ഈ ബോഡി കൊണ്ടുവന്ന് ഹബ്ജി എന്ന് പറയുന്ന ഹോസ്പിറ്റലിനോട് ബോഡി സൂക്ഷിച്ചിരിക്കണം. അവിടെ നിന്ന് 300 കിലോമീറ്റർ അകലെ കൊണ്ടുപോയാണ് ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ദമാമിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കാര്യം ഒന്നും ഫൈനലിൽ എത്തണില്ല കാര്യങ്ങളൊന്നും. ഇപ്പോൾ 19 ദിവസത്തോളം ആയില്ലേ എൻ്റെ മകൻ എന്നെ വിട്ടുപിരിഞ്ഞ് പോയിട്ട്. ആരാണെങ്കിലും ഇടപെട്ടുണ്ട് എൻ്റെ മകനെ ഒന്ന് കാണാനായിട്ടുള്ള ഭാഗ്യമെങ്കിലും കിട്ടിയാൽ മതി. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം കഴിഞ്ഞത്. അനുജനും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നെടുംതൂണായിരുന്നു ഈ യുവാവ്. മകനെ അവസാനമായി ഒന്ന് കാണാൻ പ്രവാസി വ്യവസായി യൂസഫ് അലി അടക്കമുള്ളവർ ഇടപെടണമേ എന്ന് അപേക്ഷിക്കുകയാണ് പിതാവ്. യൂസഫ് അലി സാറിനെ പോലത്തെ ആളുകളെങ്കിലും ഈ മനുഷ്യനെ ദുഃഖം അറിയുന്നവർ, ആ ദുഃഖം അറിയുന്നവരെങ്കിലും എൻ്റെ മകനെ എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ട്. യൂസഫ് അലി സാറൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന ആളുകളല്ലേ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണവരല്ലേ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ തന്നെ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, 19 ദിവസമായി അവർക്ക് അവരുടെ മകനെ നഷ്ടമായി എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് മാത്രമാണ് ഇനി ബാക്കിയുള്ള ആഗ്രഹം. പക്ഷേ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ നിരവധി തടസ്സങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പേപ്പർ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് എന്ന് ആ പിതാവ് തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ അപ്പോൾ എവിടെയാണ് ആ തടസ്സം നേരിടുന്നത്? ആ തടസ്സം എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആര്യ, ഇത് മറികടക്കണമെങ്കിൽ തീർച്ചയായും തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ അടക്കമുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ളവരുടെ ശക്തമായൊരു ഇടപെടൽ വേണം. കാരണം ഒരു സാധാരണഗതിയിൽ ഇത്രയും ദിവസമൊന്നും എടുക്കുന്നതല്ല. എല്ലാവർക്കും തന്നെ അറിയാം, ഒരു അപകടമുണ്ടായാൽ അതിനുശേഷം വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഒരു മെല്ലപ്പോക്ക് ഉണ്ടാകാറില്ല. വലിയ രീതിയിൽ തന്നെ അവിടെയുള്ള ഒരു പ്രവാസി സമൂഹമാണെങ്കിലും എംബസി ആണെങ്കിലും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്താറുണ്ട്. പക്ഷേ എന്തൊക്കെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ എഡ്വിൻ ഗ്രേഷ്യസിൻ്റെ കാര്യത്തിൽ ഈ വൈകുകയാണ് എന്നതാണ് പറയുന്നത്. കൃത്യമായൊരു വിശദീകരണം കമ്പനി നൽകുന്നില്ല. ഇപ്പോൾ നേരത്തെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹമെല്ലാം അന്ന് തന്നെ ഈ അപകടമുണ്ടായ ഈ ഒക്ടോബർ 12-ന് തന്നെ എല്ലാം തന്നെ ലഭിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഇത്രയധികം ദിവസം, ഏതാണ്ട് 20 ദിവസം എത്തുന്നു. ഈ ദിവസങ്ങളിൽ അത്രയും ഈ ഒരു കാര്യം മാത്രമേ നടന്നുള്ളൂ. ഇത്രയും കാര്യം മാത്രമേ, പോസ്റ്റ്മോർട്ടം നടപടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് മാത്രമാണ് വലിയൊരു ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. പിന്നീട് ലാബ് റിപ്പോർട്ടിന് വേണ്ടി അത് കാത്തിരിക്കുന്നു എന്നതെല്ലാം പറയുമ്പോൾ തികച്ചും സാങ്കേതികത്വങ്ങളാണ്. അതിൽ ഇത്ര കണ്ട ഈ ദിവസങ്ങളിൽ അവർ എങ്ങനെയാണ് ഇതിലൊരു സാങ്കേതികത്വം ഉണ്ടാകുന്നത് എന്നത് പോലും
ചോദ്യമാണ്. വലിയൊരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ എന്ന് നമുക്ക് ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് MP-യും MLA-യും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കാം എന്ന് ഉറപ്പ് നൽകുകയും ഇടപെടൽ നടത്തിയിട്ടുള്ളതായും കുടുംബം പറയുന്നുണ്ട്. KC വേണുഗോപാൽ അടക്കം ഇക്കാര്യങ്ങളിൽ ഇടപെട്ടു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ലേ എന്നതാണ് ചോദ്യമാകുന്നത്. കാരണം ഇത്രത്തോളം ഈ ദിവസങ്ങൾ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അപകടം ആണത്. കയർ തട്ടി കപ്പലിൽ നിന്ന് തെറിച്ച വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഇത്രയും കണ്ട ദിവസങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നതാണ് കുടുംബവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരു മരണം സംഭവിച്ചു, പിന്നീട് അങ്ങോട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ വേണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ അത്രയും ആ കുടുംബം വല്ലാത്തൊരു സങ്കടത്തിലാണ് പോകുന്നത്. നമ്മൾ ചെല്ലാനത്ത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴെല്ലാം അന്ന് സംഭവിച്ച ആ മരണത്തിൻ്റെ ആ ഒരു വേദന തന്നെ അത് ഈ ദിവസങ്ങളോളം തന്നെ അത് അവരെ ജീവനുള്ള കാലത്തോളം അതെല്ലാം തന്നെ അവർ വേട്ടയാടും. പക്ഷേ എന്നാൽ പോലും ഈ ദിവസങ്ങൾ എപ്പോഴാണ് മകൻ്റെ മൃതദേഹം ഒന്ന് എത്തിക്കുക, കാണാൻ കഴിയുക എന്ന ഒരാവശ്യതയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പിതാവ് വിൽസൺ ഹൃദ്രോഗിയാണ് എങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളിയാണ്, ജോലിക്ക് പോകുന്നു. അപ്പം എഡ്വിനും അവൻ്റേതായ രീതിയിൽ തന്നെ അവധിക്ക് വരുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് ജോലിയില്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ വള്ളപ്പണിക്കെല്ലാം തന്നെ പോകുന്ന ഒരാളാണ്. പിന്നീട് ഒരു അനുജനെയുള്ളൂ, അദ്ദേഹം അനുജൻ പഠിക്കുകയാണ്. അമ്മയും ഇതുപോലെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. 4 മാസങ്ങൾക്ക് മുൻപാണ് വിവാഹം കഴിഞ്ഞത്. ഏതായാലും വലിയ സങ്കടക്കയത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. ഇതിൽ മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ അതിൽ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളടക്കം നടത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എല്ലാം തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾ അത്രയും അവർ ഈ അതേ സങ്കടത്തിൻ്റെ തീയിൽ തന്നെയാണ് ഈ ദിവസങ്ങളിലൂടെ എല്ലാം തന്നെ കടന്നു പോകുന്നത്. സത്രമായൊരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന്, അധികാരിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പൂർണ്ണതയിലാകുന്നില്ല എന്നതാണ്. പക്ഷേ മറുപടി ഇക്കാര്യങ്ങളിൽ സഹായത്തിനായി സമീപിച്ചിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ തുടങ്ങിയതിന് ശേഷം അത് വീണ്ടും തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നോ ഉണ്ടായിരുന്നത്? അങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സ്ഥലം MP ഹൈബീഡനാണെങ്കിലും അവിടെ MLA KJ മാക്സി, ഒപ്പം തന്നെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരോടെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. KC വേണുഗോപാലിന് നൽകിയിട്ടുണ്ട്. അതെല്ലാം തന്നെ കുടുംബം പറയുന്നുണ്ട്. അവരെല്ലാം തന്നെ ഒരിക്കലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. അവരെല്ലാം തന്നെ ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ സഹായവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും അവർ ആ രീതിയിൽ കത്തയക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തതായിട്ടും കുടുംബം പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാണ് ഇത് കൃത്യമായ രീതിയിൽ എത്താത്തത്, എന്തുകൊണ്ടാണ് ഇതിൽ ഒരു തടസ്സം നേരിട്ടത് എന്നത് കുടുംബത്തിനും വ്യക്തമല്ല. കമ്പനിയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അവരെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം. കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നൽകുന്നത് വൈകാതെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആ പറയുന്ന പറച്ചിലല്ലാതെ മറ്റൊന്നും എന്നത്തേക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവരിത്രയും പേർ ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോൾ പോലും എന്താണ് അതിലൊരു തടസ്സമായി വരുന്നത് എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള അവർ സൂചിപ്പിക്കുന്നതിൽ പ്രവാസി വ്യവസായി യൂസഫ് അലിയെ പോലുള്ളവരെല്ലാം തന്നെയും ഇക്കാര്യങ്ങളിൽ ശക്തമായൊരു ഇടപെടൽ നടത്തിയാൽ വളരെ പെട്ടെന്ന് അവർക്ക് മകനെ അവസാനമായി കണ്ട് യാത്ര അയക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുമെന്നതാണ് ആ ഒരു നിർധന കുടുംബം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു ഇടപെടൽ അവരെല്ലാം ഭാഗത്തു നിന്ന് ഇനിയും അത് ആദ്യഘട്ടത്തിൽ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു മുഴുവനാക്കുന്നതിനൊക്കെ സാധിച്ചിട്ടില്ല. പക്ഷേ അത് മുഴുവനാക്കുന്നതിന് വേണ്ടി കൂടിയും അവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഈ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു മുഴുവൻ പരിശ്രമവും ഈ കാര്യങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചെല്ലാനം സ്വദേശി എഡ്വിൻ ഗ്രേഷ്യസ് ആണ് സൗദിയിലെ ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മരിച്ചത്. 19 ദിവസം പിന്നിടുന്നു ആ മരണ വാർത്ത ചെല്ലാനത്തുള്ള ആ കുടുംബത്തെ തേടിയെത്തിയിട്ട്. പക്ഷേ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ആ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടിയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അവസാനമായ ഒരു നോക്ക് കണ്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അന്ത്യകർമ്മങ്ങൾ നൽകി ആ മകനെ യാത്രയാക്കണമെന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. പല
തരത്തിൽ അവർ മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടിനോക്കി ജനപ്രതിനിധികളെ കണ്ടു. പക്ഷേ ആ നടപടികളും നീക്കങ്ങളും എല്ലാം എപ്പോഴും പാതി വഴിയിൽ നിന്ന് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ആ കുടുംബത്തിനുമില്ല. അപ്പോൾ അവർ വീണ്ടും വ്യവസായ പ്രമുഖരുടെ അടക്കം സഹായം തേടുകയാണ്. ജനപ്രതിനിധികളുടെ അടക്കം സഹായം വീണ്ടും തേടുകയാണ്. MA യൂസഫലി അടക്കമുള്ളവർ ഇടപെടണം, അങ്ങനെയെങ്കിലും തങ്ങളുടെ മകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ തങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ആഗ്രഹം. എന്തായാലും ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതരിലേക്ക് ഈ വാർത്ത എത്തുന്നത് വരെ News 18 ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും, ആ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകും. ഇന്നത്തെ News 18ന്റെ ഈ വാർത്താ ദിനം കൂടുതൽ ഫോക്കസോടുകൂടി ഈ വാർത്ത നൽകുന്നതുമായിരിക്കും. ഈ വിഷയത്തിൽ അധികാരികൾ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് വരെ.